ലോകം കാത്തിരിക്കുകയാണ് ഹമാസ് എന്ത് തീരുമാനം എടുക്കുമെന്നറിയാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള 20 ദിന പദ്ധതി അടങ്ങിയ പ്ലാൻ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇസ്രയേൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു, ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു, അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിക്കഴിഞ്ഞു. ആ പ്ലാൻ, ട്രംപിന്റെ പ്ലാൻ ഹമാസ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഹമാസിന് 72 മണിക്കൂർ സമയമാണ് ട്രംപ് അനുവദിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ഹമാസ് അത് അംഗീകരിക്കുകയാണ് നല്ലത് എന്ന ഒരു കാര്യം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിനാശമായിരിക്കും ഫലം എന്നതാണ് ട്രംപിന്റെ ഭീഷണി. നമുക്കറിയാം, ലോകം കാത്തിരിക്കുന്നത് ഏതു വിധേനയും ഗസയിലെ മനുഷ്യക്കെടുതികൾ, മനുഷ്യക്കുരുതികൾ അവസാനിക്കണമെന്നതാണ്, യുദ്ധം അവസാനിക്കണമെന്നതാണ്. ആ പ്രതീക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും അറബ് രാഷ്ട്രങ്ങളുടെ കൂടി പിന്തുണയിൽ മുൻകൈയിലാണ് എന്തായാലും ഈ വെടിനിർത്തലിനുള്ള ഉപാധികൾ 21 ഇന പ്ലാൻ തയ്യാറായിരിക്കുന്നത്. എല്ലാ അറബ് രാജ്യങ്ങളും അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒപ്പുവെച്ചു, ഇസ്രയേലും ഒപ്പുവെച്ചു. ഹമാസിനായി കാത്തിരിക്കുന്നു എന്നതാണ് ട്രംപ് പറഞ്ഞത്. ഹമാസ് അത് ചെയ്യുമോ ഇല്ലയോ, അങ്ങനെയെങ്കിൽ ചെയ്തില്ല എങ്കിൽ വളരെ ദുഃഖകരമായിരിക്കും. അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു അന്ത്യമാണ് ഹമാസിനെ കാത്തിരിക്കുന്നത് എന്നതാണ് ട്രംപിന്റെ ഭീഷണി. യുദ്ധം ഉടനടി അവസാനിപ്പിക്കാനും എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരാനും ഒപ്പം തന്നെ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും പലസ്തീന്റെ മുന്നോട്ടുള്ള പോക്കിനുമൊക്കെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ സമാധാന പദ്ധതി. അടിയന്തര വെടിനിർത്തൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഹമാസിന്റെ നിരായുധീകരണം, ഇസ്രയേൽ സേനയുടെ പിൻവാങ്ങൽ, ഒപ്പം തന്നെ പലസ്തീന്റെ പുനരുദ്ധാരണം, ഇവയൊക്കെ ഉൾപ്പെടുന്ന പദ്ധതിയാണ് ഇതിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 21 പദ്ധതി അത് സാധ്യമാകണം എന്ന് ലോകം പ്രതീക്ഷിക്കുമ്പോൾ ഹമാസ് ഇതുവരെ അതിൽ നിലപാട് അറിയിച്ചിട്ടില്ല എന്നതാണ് ആശങ്കയുണർത്തുന്ന കാര്യം. ആ ടൈം ലിമിറ്റിനുള്ളിൽ ഹമാസ് എന്ത് നിലപാടെടുക്കുന്നു ഈ വിഷയത്തിൽ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനമെടുക്കാൻ ഹമാസിന് മേലുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇസ്രയേൽ ഇതിനോട് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് US തയ്യാറാക്കിയ പദ്ധതി അംഗീകരിക്കുന്നു തങ്ങൾ എന്നതാണ്. വൈറ്റ് ഹൗസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ പിന്തുണയ്ക്കുന്നു. ഗാസയ്ക്ക് യാഥാർത്ഥ്യ ബോധ്യമുള്ള ഒരു പാത ഒരുക്കാനാണ് ട്രംപിന്റെ പദ്ധതി. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ആ പദ്ധതി എന്നതുകൂടി പറഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. ഹമാസിനെ നിരായുധീകരിക്കും, ഗാസയെ സൈനിക മുക്തമാക്കും എന്നൊക്കെ പ്രഖ്യാപനങ്ങളും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പദ്ധതി ഗാസയുടെ പുനർനിർമ്മാണത്തിനാണ്. ട്രംപിന്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുക. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിൽ അംഗമാകും. അങ്ങനെയുള്ള പദ്ധതിക്ക് എന്തായാലും ഹമാസ് വിധേയമാകുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നത് പരിശോധിച്ചാൽ പലസ്തീനിലും വിദേശത്തുമുള്ള രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്കുള്ളിൽ ഹമാസ് നിരവധി കൂടിയാലോചനകൾ ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിലെടുക്കേണ്ട നിലപാട് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകളാണ് ഹമാസിന്റെ നേതൃത്വം നടത്തിവരുന്നത്. അങ്ങനെ രാജ്യാന്തര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരുപാട് സങ്കീർണതകൾ ഉള്ളതാണ് ഇത്തരമൊരു തീരുമാനമെടുക്കുക എന്നത്. അതിന് അനുവദിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ് എന്നതാണ് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഹമാസിന്റെ തീരുമാനം നീണ്ടുപോയേക്കാം. അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ ഒരു തീരുമാന പ്രഖ്യാപനം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കില്ല എന്നതാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അവരൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതുവരെ കാക്കാൻ ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തയ്യാറാകുമോ എന്നതുകൂടി നമ്മൾ കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഹമാസിന് മേലുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ മേലും അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ട്. അറബ് രാഷ്ട്രങ്ങളും അത്തരമൊരു സമ്മർദ്ദം ഹമാസിന് മേൽ വെൽക്കുന്നുണ്ട്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് തയ്യാറെടുക്കണം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത്
ഖത്തറിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. കാരണം ഇതൊരു അവസരമാണ്, അവിടെ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് പ്രധാനം. അതിന് വന്നിട്ടുള്ള ഒരു സാഹചര്യം അത് പ്രയോജനപ്പെടുത്തണം എല്ലാവരും എന്ന ഒരു നിർദ്ദേശമാണ് ഖത്തർ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തിയതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഖത്തറിൽ നടത്തിയിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അകൽച്ചയും ഒരു പരിധിവരെ അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവർ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഈ പദ്ധതിയെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് അതിന് തയ്യാറാകണം എന്ന ഒരു കാര്യമാണ് ഖത്തർ അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഗസയിൽ നിന്ന് വരുന്ന വിവരം അവിടെ ഇസ്രായേൽ ആക്രമണം തുടരുന്നു എന്നത് തന്നെയാണ്. ഈ സമാധാന ശ്രമങ്ങളിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുമ്പോഴും ഗസയിൽ ആക്രമണം നടത്തുകയാണ്. റഫ്യൂജി ക്യാമ്പിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആക്രമണം നടന്നിരിക്കുന്നത്. 16 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. എന്തായാലും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് അത്. 16 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും ആക്രമണം തുടരുന്നു. ഈ ആക്രമണം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നതാണ് എല്ലാവരും ലക്ഷ്യമിട്ടിരുന്നത്. അത് സാധ്യമാകണമെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി അംഗീകരിക്കുക, ഹമാസ് അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരിക എന്നതാണ് വേണ്ടത്. അതുണ്ടാകുമോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരിക്കാം.